ഭാരതം ലോകത്തിലെ ഏറ്റവും വേഗതയിൽ വളരുന്ന സമ്പദ് വ്യവസ്ഥയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കൂടുതൽ വളരുക, കൂടുതൽ നേടുക എന്നതാണ് ഭാരതത്തിന്റെ ലക്ഷ്യമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. മെൽബൺ മീറ്റ്സ് മോഡി പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി ആൽബിനിസും പരിപാടിയിൽ പങ്കെടുത്തു. വിവരങ്ങളുമായി ഐസൺ ജോസ് ചേരുന്നുണ്ട്. ഐസൺ, ഒരുപക്ഷെ ഒരു പ്രധാനമന്ത്രിക്ക് അല്ലെങ്കിൽ ഒരു രാഷ്ട്രത്തിന്റെ തലവന് മറ്റൊരു രാഷ്ട്രത്തിൽ ലഭിക്കാവുന്ന തലത്തിലുള്ള ഏറ്റവും വലിയ സ്വീകരണങ്ങളാണ് എക്കാലത്തും ഓസ്ട്രേലിയയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ലഭിക്കുന്നത്. വിവിധ രാജ്യങ്ങളിൽ കണ്ടതാണ്. ഇപ്പോൾ ഈ മെൽബൺ മീറ്റ്സ് മോദി എന്നുള്ള പരിപാടിയിലും അത്ര വലിയ ജനപങ്കാളിത്തം, അവിടുത്തെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കൾ, പ്രധാനമന്ത്രി നേരിട്ടെത്തി പങ്കെടുക്കുന്ന ഒരു സാഹചര്യമൊക്കെ എന്തൊക്കെയാണ് വിശദാംശങ്ങൾ ഐസൻ? തീർച്ചയായും പ്രജിത്ത്, ലോകരാഷ്ട്രങ്ങളിൽ ഏത് രാജ്യത്ത് നോക്കിയാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ലഭിക്കുന്ന സ്വീകാര്യത എന്ന് പറയുന്നത് ഏറ്റവും ശ്രേഷ്ഠമാണ്. ഇപ്പോൾ അല്പസമയം മുമ്പ് നമ്മൾ കണ്ട മെൽബണിൽ നടന്ന പരിപാടിയിൽ ഏറ്റവും നിർണായകമായിരിക്കുന്ന ഘടകം എന്ന് പറയുന്നത് തന്നെ ആ ജനപങ്കാളിത്തമാണ്. ഇന്ത്യൻ സമൂഹം 30,000-ലേറെ വരുന്ന ഇന്ത്യൻ സമൂഹം ആ സ്റ്റേഡിയത്തിൽ തടിച്ചുകൂടിയെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാനും സാധിക്കുന്നത്. അത്തരത്തിൽ വലിയ രീതിയിലുള്ള പിന്തുണ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഇന്ത്യൻ സമൂഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ലഭിക്കുന്നത് ഒരു പതിവ് തന്നെയാണ്. മാത്രമല്ല, ഭാരതത്തിൻ്റെ വികസന നേട്ടങ്ങൾ ഒന്നൊന്നായി ഭാരതീയരോടും അതുപോലെ തന്നെ ലോകത്തോടും വിളിച്ചു പറയാനുള്ള ഒരു അവസരം, അല്ലെങ്കിൽ ഒരു തുറന്ന ചർച്ചാവേദി കൂടിയായി അദ്ദേഹം ഭാരതത്തെ ഇത്തരം അവസരങ്ങളെ കാണുകയും ചെയ്യുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് അദ്ദേഹം പരാമർശിച്ചത് ഭാരതത്തിൻ്റെ മാനവിക ദർശനത്തിൻ്റെ പ്രധാനപ്പെട്ട ഘടകങ്ങളെ സംബന്ധിച്ചാണ്. അതിൽ പ്രധാനമായും അദ്ദേഹം പറഞ്ഞത് നിരവധി രാജ്യങ്ങൾക്ക് കോവിഡ് കാലത്ത് വാക്സിൻ എത്തിച്ചു കൊടുത്ത കഥകളും, അതുപോലെ തന്നെ സഹായം ഉറപ്പാക്കുമ്പോൾ ഏത് രാജ്യത്തിൻ്റെ പാസ്പോർട്ട് ഹോൾഡറാണ് എന്ന് ഭാരതം നോക്കാറില്ല. അതായത് അർഹിക്കുന്നവർക്ക് സഹായം നൽകുക എന്ന നിലപാടാണ് ഭാരതത്തിനുള്ളത് എന്ന ഏറ്റവും കൃത്യമായ, ഏറ്റവും സമർത്ഥമായ ഒരു മാനവിക ദർശനമാണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുകയും ചെയ്തത്. രാജ്യത്തിൻ്റെ സാമ്പത്തിക മുന്നേറ്റങ്ങളെല്ലാം തന്നെ വളരെ കൃത്യമായി പരാമർശിച്ചുകൊണ്ടായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രഭാഷണം. പ്രധാനമന്ത്രിയും അതുപോലെ തന്നെ നരേന്ദ്രമോദിയും അതുപോലെ തന്നെ ആന്റണി ആൽബിനിയസും പരസ്പരം അഭിസംബോധന ചെയ്തത് പ്രിയപ്പെട്ട സുഹൃത്ത് എന്നാണ്. അത്തരത്തിൽ ആത്മബന്ധം തുടരുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇരു രാജ്യങ്ങളെയും വളർത്തിയെടുക്കുക എന്നതാണ് പ്രധാനമന്ത്രി മുന്നോട്ട് വയ്ക്കുന്ന ലക്ഷ്യമെന്ന് വളരെ കൃത്യമായി അദ്ദേഹം പറയുകയും ചെയ്തു, അല്ലെങ്കിൽ സൂചിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. 12 വർഷം കൊണ്ട് ഭാരതത്തിലെ മെട്രോ റെയിൽ 24 നഗരങ്ങളിൽ വ്യാപിച്ചു എന്ന് കൃത്യമായി പ്രധാനമന്ത്രി പറയുമ്പോൾ അത് നൽകുന്നൊരു സന്ദേശമുണ്ട്. ഭാരതം വളർച്ചയുടെ ദിശയിലാണ്, മുന്നോട്ട് പോകുന്ന ഭാരതം, ആ ഭാരതത്തെ പ്രതീക്ഷയോടെ നോക്കിക്കാണാമെന്ന ഒരു നിലപാട് തന്നെയാണ് അദ്ദേഹം അറിയിക്കുന്നത്. അതുപോലെ കണക്ടിവിറ്റിയിലെ നേട്ടങ്ങൾ, ഓപ്പറേഷൻ സിന്ദൂർ വേളയെക്കുറിച്ചും കൃത്യമായി അദ്ദേഹം പരാമർശിച്ചു. ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ആ ഒരു ഘട്ടം, ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ആ അലയൊലികൾ ലോകം മുഴുവൻ വ്യാപിക്കുകയും ഭാരതത്തെ ലോകം ശ്രദ്ധിക്കുകയും ചെയ്തു എന്നാണ് അദ്ദേഹം ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് പറഞ്ഞത്. മറ്റൊന്ന് ഭാരതത്തിൻ്റെ ഉത്പാദന രംഗത്തെ സംബന്ധിച്ചുള്ള പരാമർശമാണ്. ഭാരതത്തിൻ്റെ പുരോഗതിയെ സംബന്ധിച്ചാണ്. അതായത് ഏറ്റവും വലിയ നിർമ്മിതിയായ ഷിപ്പ് മുതൽ ഏറ്റവും ചെറിയ നിർമ്മിതിയായ ചിപ്പുകൾ വരെ നിർമ്മിക്കുന്നു ഭാരതം. വൻതോതിൽ ഭാരതം മുന്നേറുന്നു. അതുപോലെ തന്നെ നിരവധിയായ സാധ്യതകൾ ഭാരതം തുറക്കുകയും ചെയ്യുന്നുവെന്നും അദ്ദേഹം പറയുന്നുണ്ട്. അത്തരത്തിൽ ഭാരതത്തിൻ്റെ നേട്ടങ്ങൾ എണ്ണി ഭാരതത്തിന് പുറത്ത് ജീവിക്കുന്ന ഭാരതീയരോട് കൃത്യമായി തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു സാധ്യതയായി ഈ അവസരം അദ്ദേഹം പ്രയോജനപ്പെടുത്തുകയും ചെയ്തു. ആവേശത്തോടെ തന്നെയാണ് ആന്റണി ആൽബിനീസ് ഉൾപ്പെടെയുള്ള നേതാക്കൾ അദ്ദേഹത്തെ സ്വീകരിച്ചിരുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം തന്നെയാണ് ആ സ്വീകരണത്തിലൂടെ നമുക്ക് നിരീക്ഷിക്കാനും സാധിക്കുന്നത്. മറ്റൊരു കാര്യം ചോദിക്കാനുള്ളത്, ഒന്ന്, കഴിഞ്ഞ ദിവസം ഇന്തോനേഷ്യയിൽ അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട തുറമുഖം, അതിന് ഭാരതവും ചേർന്ന് വികസിപ്പിക്കാനുള്ളൊരു കരാറിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒപ്പിടുന്ന സാഹചര്യം ഉണ്ടായി. അതിന് പിന്നാലെ ഇൻഡോ പസഫിക്കിലെ ഭാരതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പങ്കാളികളിൽ ഒരാളായ അല്ലെങ്കിൽ അങ്ങനെ ഒരു രാജ്യമായ ഓസ്ട്രേലിയയിലും എത്തി. അവിടെ അദ്ദേഹത്തിന് ലഭിക്കുന്ന ഈ സ്വീകരണം കൂടി കാണുമ്പോൾ ഈ മേഖലയിലെ നയതന്ത്ര സാഹചര്യങ്ങളിൽ ഭാരതത്തിന് എത്രത്തോളം നിയന്ത്രണം ഇന്ന് ഇന്തോ പസഫിക് മേഖലയിൽ കൈവരിക്കാൻ കഴിയുന്നു എന്നതുകൂടി വ്യക്തമാക്കുന്നതല്ലേ ഈ സാഹചര്യം? ഐസൻ. തീർച്ചയായും പ്രജിത്ത്, ഇൻഡോ പസഫിക്കിലെ ആ ഒരു നയതന്ത്ര ബന്ധത്തിൽ, ഇൻഡോ പസഫിക്കിലെ മാരിടൈം ബന്ധങ്ങൾ, അതുപോലെ സുരക്ഷാ ബന്ധങ്ങളെല്ലാം തന്നെ, സുരക്ഷ എന്നീ വിഷയങ്ങളിലെല്ലാം തന്നെ പ്രത്യേക ഊന്നൽ നൽകുന്ന ഒരു നീക്കം തന്നെയാണ് പ്രധാനമന്ത്രിയുടെ ഈ മാരിടൈം മഹാസാഗർ ദർശനം എന്നൊക്കെ പറയുന്ന ആശയത്തിൽ ഊന്നി നിൽക്കുന്നത്. അത്തരം ആശയങ്ങളിൽ ഊന്നി നിൽക്കുന്ന നടപടികളും അല്ലെങ്കിൽ നീക്കങ്ങളുമാണ് ഉണ്ടാകുന്നത്. നേരത്തെ പ്രജിത്ത് സൂചിപ്പിച്ച സബാങ് പോർട്ടിൻ്റെ വിഷയമായി ബന്ധപ്പെട്ട് പരിശോധിക്കുമ്പോൾ ഏറ്റവും നിർണായകമായൊരു പോർട്ടാണ് സബാങ് പോർട്ട്. ദ്വീപിലുള്ള ഈ സബാങ് പോർട്ടിനെ സംബന്ധിച്ചിടത്തോളം ചൈനയുടെ, അതായത് ചൈനയുടെ 80% ചരക്ക് നീക്കം നടക്കുന്ന മലാക്ക കടലിടുക്കിനോട് ചേർന്ന് കിടക്കുന്ന ഈ ദ്വീപ് എന്ന് പറയുമ്പോൾ തന്നെ ഏറ്റവും നിർണായകമായൊരു ദ്വീപ് തന്നെയാണ്. അത്തരത്തിലുള്ള ഇടപെടൽ നമുക്കറിയാവുന്നതാണ്. ചൈനയുടെ ഇടപെടലെല്ലാം തന്നെ ഇന്ത്യൻ ഓഷ്യനിലെ അതുപോലെ തന്നെ ഇത്തരമുള്ള വിഷയങ്ങളിലൊക്കെയുള്ള ഇടപെടലിനെ സംബന്ധിച്ച് കൃത്യമായി നമുക്കറിയാവുന്നതാണ്. അത്തരത്തിൽ നയപരമായ, തന്ത്രപരമായൊരു നീക്കം ഓരോ ഇടങ്ങളിലും നടത്തുന്നു. ഇൻഡോ പസഫിക്കിലും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള മേഖലകളിലും നടത്തുമ്പോൾ സമുദ്ര സുരക്ഷയും സമുദ്ര സാമ്പത്തിക രംഗവും ബ്ലൂ ഇക്കോണമി എന്ന ഒറ്റവാക്കിൽ പറയുന്ന സംവിധാനങ്ങളെയും കൃത്യമായി
എൻഡോസ് ചെയ്യുന്നൊരു നീക്കം പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു, അല്ലെങ്കിൽ ഭാരതത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. അത്തരത്തിലുള്ള നീക്കങ്ങൾ വീണ്ടും വീണ്ടും ശാക്തീകരിക്കുന്ന ഒരു നിലപാട് തന്നെയാണ് ഉണ്ടാകുന്നത്. നേരത്തെ ഇന്തോനേഷ്യയിൽ കണ്ടതുപോലെ തന്നെ ആവേശഭരിതരായ ജനങ്ങളുടെ ഒരു സമൂഹം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടൊപ്പം ഉണ്ടാകുന്നു. അത്തരത്തിൽ സ്വീകരണങ്ങൾ ഉണ്ടാകുന്നു, ആ സ്വീകാര്യതകൾ ഉണ്ടാകുന്നു, നയപരമായ തീരുമാനങ്ങൾ ഉണ്ടാകുന്നു. ആൻ്റണി അൽബിനീസിൻ്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ ഓസ്ട്രേലിയയിലെ ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്നും കൃത്യമായ പിന്തുണ ലഭ്യമാകുന്നു എന്നൊക്കെ പറയുമ്പോൾ അതിൽ നിന്നും വായിച്ചെടുക്കേണ്ട കൃത്യമായ ഒരു കാര്യം ഇൻഡോ പസഫിക്കിലെ ഭാരതത്തിൻ്റെ നേതൃത്വം, അതായത് നേരത്തെ നമുക്കറിയാവുന്നതാണ് തേർഡ് വേൾഡിൻ്റെ എന്നൊക്കെ പറയുന്ന അല്ലെങ്കിൽ ഗ്ലോബൽ സൗത്തിൻ്റെ ഒരു നേതൃത്വം ഭാരതത്തിനാണെങ്കിൽ ക്വാഡിൻ്റെ ഒരു നേതൃത്വത്തിലേക്കും അല്ലെങ്കിൽ ഇൻഡോ പസഫിക്കിൻ്റെ നേതൃത്വത്തിലേക്കൊക്കെ അല്ലെങ്കിൽ അതിൻ്റെ ആത്മീയ അംശപരമായ അല്ലെങ്കിൽ ആദർശപരമായ നിലപാടുകളിലേക്ക് നീങ്ങാനുള്ളൊരു സാധ്യതയിലേക്ക് ഭാരതം മുന്നോട്ട് പോകുന്നു എന്ന് തന്നെയാണ് ഈ നിരീക്ഷണങ്ങളിൽ നിന്നെല്ലാം തന്നെ വായിച്ചെടുക്കേണ്ടത്. ഓക്കെ, ഐസൻ ജോസാണ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. പ്രേക്ഷകരെ, ഒരു രാഷ്ട്ര നേതാവിനെ എങ്ങനെയാണ് ലോകത്തെ വിവിധ രാജ്യങ്ങൾ സ്വീകരിക്കുന്നത്, അദ്ദേഹത്തിന് പ്രാധാന്യം നൽകുന്നത്, അതിനനുസരിച്ചാണ് ആ രാജ്യത്തിൻ്റെ സ്വാധീന ശക്തി എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്.